ദിനേട്ടൻ എന്നെ കൊണ്ട് പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ കൃഷി ചെയ്യോ താല്പര്യമുണ്ടോ എന്നല്ല ആൾക്കാർ ചോദിക്കുമ്പോൾ ഇവള് ദൂരത്ത് നോക്കും. അങ്ങനെയാണ് എന്നെ കൊണ്ട് ദിനേട്ടൻ പറയുന്നത്. ദിനേട്ടന് അത് അറിയില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ പൂക്കോട വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഉണ്ടാക്കുന്നത് ഞാനാണ്. പിന്നെ അത്യാവശ്യം അവിടെ കുറച്ചൊരു 14 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അവിടെ അത്യാവശ്യം എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്ന് 2, 3, 4 വാഴ വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷേ ഒന്നല്ലെങ്കിൽ ഒന്ന് വാഴ ഉണ്ടാവും. അതിൽ നിന്നുള്ള ഇല എടുത്തിട്ട് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പം ഫുഡ് കൊടുക്കാനുള്ള വാഴ ഇലയും കിട്ടും. പലപ്പോഴും കൊലയും അവിടുന്ന് കിട്ടാറുണ്ട്. പിന്നെ പപ്പായ, ഒന്നല്ലേ ഒരു പപ്പായ ചെടി എപ്പോഴും അവിടെ ഉണ്ടാകും. കുറച്ച് സ്ഥലമേ ഉള്ളൂ, നോക്കണം. പിന്നെ 1, 2 ചേമ്പ്, ചേന, ഇതൊക്കെ ഞാനവിടെ ചെയ്യാറുണ്ട്. ഞാനും ചെയ്യും. ആരെ കൊണ്ടെങ്കിലും വാഴ കുഴിച്ച് വെപ്പിക്കും. ഇതൊന്നും ദിനേട്ടൻ അറിയുന്നില്ല. അന്ന് അതെ ഇപ്പോഴാണ് ചിലപ്പോൾ ദിനേട്ടൻ അറിയുന്നുണ്ടാകുക. അന്ന് ദിനേട്ടൻ വീട്ടിൽ വരുന്നത് ഒരു സിനിമ കഴിഞ്ഞിട്ട് വീട്ടിൽ വരും. 1, 2 ദിവസം താമസിക്കും. അപ്പോൾ രാവിലെ ഒരു 9 മണിക്ക് ആൾക്കാർ വരാൻ തുടങ്ങിയാൽ രാത്രി 11 മണിക്കേ ആൾക്കാർ പോവുള്ളൂ. അത്രയും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് പിന്നെ കളിക്കാനും ചിരിക്കാനും രസിക്കാനുമാണ്. അപ്പോൾ ദിനേട്ടനൊരു വിവരവും നമ്മളെ വീട്ടിലെ പറമ്പിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അപ്പോൾ അത്രയും എനിക്കിഷ്ടമാണ്. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് സമയം അങ്ങനെ കിട്ടാറേ ഇല്ല. പറമ്പിലിറങ്ങാനോ അങ്ങനെ നോക്കാനോ മറ്റു പല കാര്യങ്ങളും. കുട്ടികൾ വന്നാൽ കുട്ടികളെ പിന്നാലെ ഈ നല്ല ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി പഴം കൊടുക്കാനും, പഴം എടുത്തിട്ട് 2 മക്കൾ വന്നാലും പിന്നാലെ ഓടി അത് വായിൽ വെച്ച് കൊടുക്കുക. അവരങ്ങനെ കഴിക്കാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് ആരെങ്കിലും വന്ന് വർത്തമാനം പറയുമ്പോൾ അവരെ വായിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഇവിടുത്തെ നല്ല ഭക്ഷണങ്ങളും, പിന്നെ തൊട്ടടുത്ത് അബിയുടെ കടയുണ്ട്, ഓർഗാനിക് നല്ല സാധനം കിട്ടുന്നത്. അവിടെയും നിന്നും വാങ്ങും. ഇവിടെ പറമ്പിലുള്ളതും എല്ലാം എടുത്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. ഇതൊന്നും ദിനേട്ടൻ അത്ര ശ്രദ്ധിക്കാൻ പോകുന്നില്ല. എന്നിട്ട് എന്നെ കൊണ്ട് പറയുന്നത് ഇവൾ ദൂരത്തുനിന്ന് നോക്കുന്ന. ഈ ശരിക്കും ഇതൊക്കെ എൻജോയ് ചെയ്ത് പണ്ട് മുതലേ ഞാൻ അങ്ങനത്തെ ഭക്ഷണം നോക്കി. ചെറുപ്പകാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മളെ പറമ്പത്തുള്ള സാധനങ്ങൾ എടുത്തിട്ടാണ് അമ്മയൊക്കെ നമുക്ക് കറിയെല്ലാം വെച്ചിരുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്നത് മീൻ മാത്രം, ബാക്കി മുഴുവനും വീട്ടിലെ പറമ്പത്തുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട്. അതൊക്കെ ഓർമ്മയുണ്ട്. അത് അങ്ങനത്തെ സംഗതിയാണ്. ഞാനും പിന്നീട് ആയപ്പോൾ നല്ല നല്ല സാധനങ്ങൾ, പച്ചക്കറികളും അതും ഇതും കിട്ടുന്ന നോക്കി. ചെന്നൈയിലുള്ളപ്പോൾ ചെന്നൈയിൽ നിന്നും അവിടുത്തെ വില്ലേജിൽ നിന്നെല്ലാം കൊണ്ടുവന്ന സാധനം നോക്കി വാങ്ങിയതൊന്നും ദിനേട്ടൻ അറിയുന്നില്ല. അങ്ങനെ എന്നെ കൊണ്ട് ഇങ്ങനെ പറയാം. ഞാനൊരു തുടക്കം കൃഷിയിൽ നടത്തിയിരുന്നു. ഇങ്ങനെ കാണുന്നതിന് ഞാനൊരു തുടക്കം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതെ അവനും ഇഷ്ടമാണ്. അവന് ഇവിടെ കൊച്ചിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടന്നുറങ്ങി ഇവിടെ പോകാനും ഇവിടെ താമസിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഇവർ ഇന്ന് ഈ നെല്ല് ചെയ്തത് ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അതിന് നന്ദി, നമസ്കാരം.